ഇടുക്കിയിൽ വിനോദസഞ്ചാര വകുപ്പ് നിർമ്മിച്ച കുടിയേറ്റ പാർക്ക് ഉദ്ഘാടനത്തിന് മുമ്പേ വിവാദത്തിൽ. ബില്ല് മാറി നൽകാതെ വകുപ്പ് കരാറുകാരനെയും ശില്പിയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 80 ലക്ഷത്തോളം രൂപ കരാറുകാരന് ലഭിക്കാനുണ്ട്. അതേസമയം 18 ലക്ഷം രൂപ കിട്ടാനുള്ള ശില്പി രാജാക്കാട് സ്വദേശി ജോമോൻ വലിയ കടക്കെണിയിലുമാണ്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്തെ കുന്നൻചെരുവിലാണ് ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രവും അക്കാലഘട്ടത്തിൽ ജനങ്ങൾ നേരിട്ടിരുന്ന പ്രതിസന്ധികളും ശില്പങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതുതലമുറയിലേക്കും സഞ്ചാരികളിലേക്കും ഇടുക്കിയുടെ ചരിത്രം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഇടുക്കിയുടെ ആദ്യകാലത്തെ സമരനായകന്മാരിൽ പ്രധാനിയായ AKG ഫാദർ വടക്കൻ എന്നിവർക്കൊപ്പം ഇപ്പോഴും ഇടുക്കിയുടെ ശാപമായ വന്യമൃഗാക്രമണവും പ്രകൃതി ദുരന്തവുമെല്ലാം ഇവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ ശില്പിയായ രാജാക്കാട് സ്വദേശിയായ ജോമോന് ഈ ശില്പങ്ങൾ ഉണ്ടാക്കിയത് നഷ്ടങ്ങൾ മാത്രമാണ്. 3 കോടി രൂപയ്ക്കാണ് പണികൾ കരാർ നൽകിയത്. 80 ലക്ഷം രൂപയ്ക്ക് രാജാക്കാട് സ്വദേശിയായ ജോമോൻ ജോർജ് ശില്പങ്ങളും മറ്റും നിർമ്മിച്ചു. എന്നാൽ നിർമ്മാണ തുക പൂർണ്ണമായും ലഭിക്കാതെ വന്നതോടെ വലിയ കടക്കണിയിലാണ് ജോമോൻ ഇപ്പോൾ. വർക്ക് തീർന്നിട്ട് 1.5 വർഷം മേളിലായി. എനിക്ക് ഒരു 22 ലക്ഷം രൂപ എടുത്ത് ബാലൻസ് വരാനുണ്ട്. പണിക്കാരുടെ ശമ്പളം കൊടുക്കാനുള്ള പൈസയാണ്. അപ്പോൾ ബാക്കി എമൗണ്ട് അവർക്ക് വേറെ DTPCന്ന് ഫണ്ട് മാറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കൊടുക്കാതെ വരുന്നത്. ഇപ്പോൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അവർ എടുക്കുന്നില്ല. അപ്പോൾ ഞാനൊരു ഫുള്ളായിട്ടൊരു കഷ്ടത്തിലാണ് വയ്ക്കുന്നത്. കാരണം കാറ് വെക്കേണ്ട വന്നു, വീടും വരെ വെക്കേണ്ട വന്നു. അങ്ങനെ ഇനിയും വർക്കേഴ്സിന് ഫണ്ട് ബാലൻസ് കൊടുക്കാനുണ്ട്. അവർ മാർച്ച് മാസം കോഴ്സ് വന്നതിനിപ്പുറം തരാമെന്നാണ് പറഞ്ഞത്. കണക്ക് കോഴ്സ് ചെയ്യുന്നതിനിപ്പുറം ഫണ്ട് മാറ്റി തരാമെന്നാണ് പറഞ്ഞത്. ഇതുവരെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പണി പൂർത്തിയാക്കി 2024 ജനുവരിയിൽ വിനോദസഞ്ചാര വകുപ്പിന് പാർക്ക് കൈമാറി. 80 ലക്ഷം രൂപയുടെ ബില്ലും സമർപ്പിച്ചു. പക്ഷേ ബില്ല് മാറി നൽകാൻ വിനോദസഞ്ചാര വകുപ്പ് തയ്യാറായില്ല. പണി പൂർത്തിയാക്കി 1.5 വർഷം കഴിഞ്ഞിട്ടും കുടിയേറ്റ പാർക്ക് തുറന്നു കൊടുക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. കുന്നിൻ മുകളിൽ പഴമയുടെ ചരിത്രവുമായി പൈതൃക മ്യൂസിയവും കോപ്പി ഷോപ്പും ശില്പങ്ങളുമെല്ലാം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.